കഴിഞ്ഞ ദിവസം ഞാൻ മരീന മൈക്കിളിൽ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ താങ്കളുടെ പേരാണ് ഉച്ചരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ഇഷ്യൂ, കറക്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇല്ല, അത് മറീന പറഞ്ഞത് ഞാൻ ലീഡ് ചെയ്ത പടത്തില് ഇങ്ങനെ ഒരു കാരവാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്ത ചർച്ചയാണ്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞു. പ്രശ്നം അതെന്താന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തി. മഞ്ഞുമൽ ബോയ്സ് അമ്മവേഷം വന്ന ഇങ്ങനെ വിചാരിച്ചു കുറെ പടങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ റിലീസ് ആകുമ്പോഴാണ് ഓ ഈശ്വര മഞ്ഞുമൽ ഇറങ്ങിയിട്ട് തന്നെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു. വീട്ടിലൊരു വിലയിലേക്ക് നാട്ടില് പുല്ലുവില എന്ന് പറയുന്ന പോലെ ഞാൻ അവരോട് പറഞ്ഞു, ചേട്ടാ സോറി, ഞാനിപ്പോ ഇത്രയും വയസ്സോളൊന്നും ചെയ്യുന്നില്ല, പ്ലീസ് ഇതുകൂടി ചെയ്തിട്ട് നിർത്തിക്കോ. വീട് വരുമ്പോഴും അവർ അമ്മയ്ക്ക് തന്നെ വിളിക്കും. അല്ല അമ്മയ്ക്കല്ല, ആട് ജീവിതം ഹൗസ്ഫുൾ ആയി ഓടട്ടെ, ടിക്കറ്റ് കിട്ടാതെ വരട്ടെ, വയസ്സത്രയിലോട്ട് കയറട്ടെ, വയസ്സത്രയെ ഹിറ്റ് ആവട്ടെ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. താങ്ക് യു. ആരോട് ഞാൻ ചോദിക്കുന്ന വയസ്സെത്രയായിരുന്നു? ആരും സത്യം പറയില്ല എന്ന് എനിക്കറിയാം. ആരെങ്കിലും സത്യം പറയും, വയസ്സെത്രയായി? എനിക്ക് 41. കറക്റ്റായിരിക്കണം കേട്ടോ, തിരിച്ചറിയാനുള്ള വരും. 12th October 1982. സമ്മതിച്ചു. കാരണം എല്ലാരും പറയുന്നത് 55-60 വയസ്സെന്ന്. അതിലൊന്നല്ലേ എന്റെ റിയൽ ആയിട്ടുള്ള വയസ്സറിയുന്നത്. നല്ല ടൈറ്റിലാണ് കേട്ടോ. എല്ലാവരോടും ചോദിക്കാം വയസ്സെത്രയായിരുന്നു അല്ലേ? വയസ്സ് എന്തായാലും സത്യം പറയുന്നത് വളരെ ചുരുക്കം ആളുകൾ. വേറെ ഒന്നിനും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ അന്നത്തെയൊക്കെ ഈ ഇലക്ഷൻ ഐ ഡി നോക്കിക്കഴിഞ്ഞാൽ വയസ്സ് കൂടുതലായിരിക്കും. അന്നത്തെ ഇലക്ഷൻ ഐ ഡി നോക്കിയാൽ വയസ്സ് കൂടുതലായിരിക്കും. എന്തുണ്ട് വേറെ വിഷയമൊക്കെ? ജീവിതത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ചോദ്യമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുക. അത് വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ വയസ്സെത്ര എന്ന് പറയുന്ന പടം കഴിഞ്ഞിട്ട് ഒരു 8 മാസം വീട്ടിലിരുന്നു. അപ്പൊ വീട്ടുകാരും ചോദിക്കാൻ തുടങ്ങി, എത്ര വയസ്സായി, ഇതുപോലെ നിനക്ക് വേറെ വല്ല പരിക്കും പോയിക്കൂടെ? അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇത് നിൽക്കുകയാണ് അല്ലേ? 28-ാം തീയതി അതിന്റെ ഒരു റിസൾട്ട് ഉണ്ട്. 28-ാം തീയതി എന്ന് പറയുന്ന ദിവസം നമ്മൾ വലിയ സിനിമകളോടൊപ്പം ഈ സിനിമ ഇറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഈ സിനിമയോട് പ്രതീക്ഷ കൂടുതലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും പ്രൊഡ്യൂസറും ഡയറക്ടറും ആ ദിവസം ഇറക്കാൻ തീരുമാനിക്കില്ല. അപ്പൊ സിനിമയിൽ ഒരു വിശ്വാസം, സിനിമയിലെല്ലാം നമുക്ക് 100% വിശ്വാസമാണ്. കാരണം അതിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിന്റെ പെർഫോമൻസ് ആണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാം നമ്മൾ 100% കൊടുത്ത് ചെയ്തേക്കുന്ന സിനിമയാണ്. അപ്പൊ അതിന് ഹാർഡ് വർക്കിന് വിലയുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സിനിമയ്ക്ക് ഒരു വില ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അഭിനയിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ടൊന്നും അല്ല. അവര് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞോളൂ സബ്ജക്റ്റിന്റെ. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ലീഡ് റോള് കിട്ടുന്ന ഒരു പടം എന്നുള്ള രീതിയിൽ, അപ്പൊ അത് എന്തായാലും യെസ് പറയല്ല, വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. പിന്നെ അതിന്റെ ടീം എങ്ങനെ, അന്ന് നമ്മൾ അവരെ അത്ര വലിയ ആൾക്കാരായിട്ടല്ല കണ്ടേ. അവര് വന്ന ഒരു പുത്തുപണക്കാരൻ പടം പിടിക്കാൻ വരുന്നു, അയാള് പടം പിടിക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ കുറെ പടങ്ങൾ. അങ്ങനെ ഒരു സംഭവമായിരിക്കും ഇതെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് ആ സെറ്റ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല. എന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഇൻസിഡന്റുകൾ ഭയങ്കര രസമായിട്ട് കോർത്തിണക്കി, ഭയങ്കര രസമായിട്ട് അതിന്റെ സോങ്ങും എല്ലാം ഇതുവരെയുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു സിനിമ ആവുന്നത്. എന്താണ് ഇങ്ങനെ ഒരു എന്തൊക്കെ ആകാംക്ഷയോടെ എന്തൊക്കെ പറയുന്ന പോലെയൊക്കെ ഇരിക്കും. എന്തോ എന്നോടൊക്കെ എന്റെ ചേട്ടൻ വിളിച്ചു, അപ്പൊ ഞാൻ അതിനെ എങ്ങനെ അത് അടുത്ത ചോദ്യം. ഫോൺ അറ്റൻഡ് ചെയ്തോ? ഇല്ല കുഴപ്പമില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല, പക്ഷെ സ്പീക്കറായിട്ട് സംസാരിക്കണം. അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് അപ്പൊ എടുക്കില്ലല്ലോ. അപ്പൊ എന്ത് വിഷയം ഉണ്ടെങ്കിലും എടുക്കില്ല അല്ലേ? പറയൂ. നമ്മളിപ്പോ കുറെ ആയി. നമ്മളിപ്പോ ലാസ്റ്റ് കണ്ടേതായിരുന്നു? സൗദി വിളക്കല്ലേ? അല്ല, അത് കഴിഞ്ഞിട്ട് കണ്ടായിരുന്നു. ഓർമ്മയില്ലാത്ത എന്ത് ചെയ്യാൻ പറ്റും? സൗദി വിളക്ക് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമകൾ വന്നോണ്ട് പക്ഷെ എന്റെ ഓർമ്മ അതായിരുന്നു. അത് പിന്നെ നമ്മൾ എത്രയോ പത്രസമ്മേളനത്തിന് കണ്ടിരിക്കുന്നു. എന്തൊക്കെ ഇതിലുണ്ടായിരുന്നു അല്ലേ? വെള്ളരിപ്പട്ടണം. അതിലുണ്ടായിരുന്നു. അതെല്ലാം തോന്നുന്നില്ല. അതെ. അപ്പോൾ പുതിയൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടറുമായിട്ട് എത്തുകയാണ് അല്ലേ? എങ്ങനെയുണ്ട്? വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം ഇതുവരെയും ഞാൻ എന്റെ ക്യാരക്ടേഴ്സ് എല്ലാം അറിയാലോ. അമ്മ, സഖാവ് ജാനകി അല്ലേ? വനജ. സോറി, വനജ. സഖാവ് വനജ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇപ്പോഴാണ് കിട്ടിയത് എനിക്ക്. ഇവര് അമ്മ, അമ്മായി, അമ്മമ്മ സാധനങ്ങളായിരുന്നു. അതെ അതെ അതെ. അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. അതെ, അത് കല്യാണം കഴിക്കാത്ത ഒരു
ഒരു സഖാവായിട്ട് സഖാവായിട്ട്. നാടിന് വേണ്ടി ആ. അങ്ങ് ഇറങ്ങിയിരിക്കുക. ഇറങ്ങി അത് ഒന്നും വെളുപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചോ അല്ലെ? കറക്റ്റ് ടൈമിങ് ഇലക്ഷൻ സമയത്തും കൂടെയാണ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഈ സിനിമയില്. ഇത്തരം ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ എന്താണ് തോന്നിയത്? നമ്മൾ ചെയ്യാത്തൊരു ക്യാരക്ടർ അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ അമ്മ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങളുടെ അപ്പോൾ ഇരിക്കുന്നത്, അതിൽ നിന്ന് മാറിയ ഒരു കഥാപാത്രം കിട്ടിയപ്പോൾ എന്താണ് തോന്നിയത്? ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. കാരണം ഇതിലെ നായകനാരാ നായിക ആരാ ഇതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. എന്റെ ക്യാരക്ടറാണല്ലോ പുള്ളി ആദ്യമേ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഓക്കെ സെറ്റ്, ഞാൻ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് പോലും ആരാന്നൊക്കെ. പ്രശാന്ത് മുരളി എന്ന് അന്ന് ഞാൻ പറയാം. പ്രശാന്ത് മുരളിയോ? അത് ആരാന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അല്ലില്ല ആ പയ്യനാണോ നായകൻ എന്ന് ചോദിച്ചു. കാരണം ഞാൻ നായിക വേഷം ചെയ്തൊന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അതെ പുള്ളി സെറ്റാണ്, ഈ ക്യാരക്ടർ ആപ്റ്റാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് അല്ലെ? അതെ, അങ്ങനെ ആ സിനിമയിൽ ഉണ്ടായിരുന്നല്ലോ. അല്ല അന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കിളവി ഏതോ ഒരു നരയൊക്കെ ആയിട്ട് മറ്റേ ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയ ഒരാളെന്നുള്ള രീതിയിലല്ലേ. അത് ലാൽ സാർ എന്റെ ഭർത്താവായിട്ട്. അതെ അതെ അതെ. അപ്പൊ പക്ഷെ പുള്ളിക്കാരനല്ല ഹെണ്ണയൊക്കെ ഇട്ട് നല്ല ചെമ്പൻ മുടിയായിരുന്നു. ഈ സാറ് വരുമ്പോഴെല്ലാം സെറ്റിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ നരയൊക്കെ ഇട്ടിട്ട് മാക്സി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ അവിടെ എങ്ങാണ്ടൊക്കെ ഉള്ള ഒരാളാണെന്ന് സാറ് വിചാരിച്ചത്. അപ്പൊ എന്നെ കാണുമ്പോഴും ആഹാ ശരി അങ്ങനെ കാണിച്ചിട്ടൊക്കെ പോകും. അവിടെ ഉള്ള ആളെന്ന് ഓർത്തായിരിക്കണം അല്ലേ? അതെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് പോകാൻ നേരത്ത് സാറിന് ഒരു തമിഴ് പടം ഉണ്ടായിരുന്നു. അതിന് ഷൂട്ടെല്ലാം കഴിഞ്ഞ് പോവാ, ഞാനും വന്ന് പോവാ. അപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് പോയി എന്റെ ഡ്രസ്സൊക്കെ മാറി ജീൻസൊക്കെ ഇട്ടിട്ട് വന്ന് ഞാൻ സാർ ഫോട്ടോ എടുക്കണം. അപ്പൊ സാർ ആള് തന്നെ മാറി. ശരിക്കും ചെറുപ്പക്കാരിയായിരുന്നല്ലേ? ആ ഒരു ചോദ്യം നമുക്ക് മനസ്സിലല്ലേ, ഒരു ലഡു പൊട്ടി. പക്ഷെ ആൾക്കാര് പ്രേക്ഷകരുടെ എല്ലാം മനസ്സിൽ അങ്ങനത്തെ ഒരു അല്ല, ചെയ്തു വെച്ച കഥാപാത്രം എല്ലാം അങ്ങനെ ആയിരുന്നല്ലോ. അതെ, ആ സമയത്ത് ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ ചില കഥാപാത്രങ്ങൾ അതിൽ തന്നെ നമ്മൾ തുടർന്ന് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല മാനസികമായിട്ട്? പിന്നെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇനി വേറെ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. കഥ വരുന്നതെല്ലാം 55 വയസ്സ് 60 വയസ്സ് വന്നോണ്ടിരുന്നു. ഞാൻ ഇനി ചെയ്യുന്നില്ല, ഇങ്ങനത്തെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ വിട്ട് ഞാൻ 8-10 മാസം വീട്ടിലിരുന്നു, പടമൊന്നും ഇല്ലാതെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്ന് മാറി എന്തായാലും ഇപ്പോഴെങ്കിലും വരാൻ പോകുന്നില്ല. അപ്പൊ വരുന്നത് ചെയ്തില്ലെങ്കിൽ അത് മണ്ടത്തരമായിരിക്കും. അപ്പൊ ഇനി വീണ്ടും ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ലാസ്റ്റ് മന്ത് 60 വയസ്സ് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. വേറെണ്ണത്തിൽ വന്നായിരുന്നു അവിടെ ഇന്നാത്താം കേസ്. ഇതിനകത്ത് ഈ പ്രശാന്തിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞികൃഷ്ണൻ. അപ്പൊ പുള്ളിയുടെ ഭാര്യയായിട്ടൊരു സിനിമ വന്നായിരുന്നു. അത് 60 വയസ്സ് റിട്ടയർഡ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലൈഫാണത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ചേട്ടാ സോറി, ഞാനിപ്പോ ഇത്രയും വയസ്സുള്ള ഒന്നും ചെയ്യുന്നില്ല, പ്ലീസ് ഇതുകൂടി ചെയ്തിട്ട് നിർത്തിക്കോ. പക്ഷെ ഞാനത് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി ആ സിനിമ ഇറങ്ങുമ്പോ അവർ ഓർക്കുമായിരിക്കും നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും. ഇപ്പൊ ലാസ്റ്റ് മന്ത് ചെയ്തത് രണ്ടായാമെന്ന് പറഞ്ഞ സിനിമയില് അത് 60 വയസ്സുള്ള ഒരു വൈറ്റാട്ടിയായിട്ട്. പക്ഷെ വേറൊരു കേസ്, കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ ഇപ്പൊ നേരത്തെ 10 മാസം വീട്ടിൽ, പക്ഷെ നമ്മളെ തേടി വരില്ല, നമ്മൾ തേടി പോണ സിനിമ അതാണ്. അല്ല വരുന്നുണ്ട്, പക്ഷെ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ പിന്നെ നമ്മളെ തേടി വരില്ല. അങ്ങനെയാണ് സിനിമയുടെ പ്രശ്നം. നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ അത് അടുത്ത ആളൊന്നും പോകില്ല, അത് അവിടെ പോയിട്ട് കാര്യമില്ല, അത് വേണ്ടെന്ന് വരില്ല. ആ ഒരു സാധനം അങ്ങനെ വന്നു. പിന്നെ ഞാൻ അതെല്ലാം മാച്ച് കളഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങി. ഇപ്പൊ അമ്മയല്ല അമ്മൂമ്മയല്ല മുത്തശ്ശി എന്തായാലും നമ്മൾ പിടിക്കാൻ പറ്റും. ഞാൻ ചെയ്ത് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഈ ഏജിൽ ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അമ്മായി അമ്മൂമ്മയൊക്കെ നീ എനിക്ക് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായത് വരുന്നതെല്ലാം ചെയ്യുക. ആർക്കെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണമെന്ന് തോന്നുമ്പം ചിന്തിച്ചാൽ ലോട്ടറി അല്ല. ചെയ്യുന്ന കഥാപാത്രം നല്ലതാണെങ്കിൽ മാറ്റിയും ചിന്തിക്കും ആളുകൾ. നമ്മളൊരു സീനാണെങ്കിൽ ഇപ്പൊ അമ്മയായി. പക്ഷെ ഒരുപാട് പേര് ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടേഴ്സ് ഒക്കെ നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് വേറെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നീട് വരുമ്പോഴും അവർ അമ്മയ്ക്ക് തന്നെ വിളിക്കും. അല്ല അമ്മയ്ക്കല്ല, അമ്മയ്ക്ക് വിളിക്കുന്നു. ഒരു ഡയറക്ടറും വിളിക്കില്ല കേട്ടോ, വാക്കുപിഴയാണോ അതെടുത്ത് ട്രോളിയൊക്കെയല്ല. അല്ല അമ്മയായിട്ട് തന്നെ അമ്മയ്ക്ക് വിളിക്കുന്നു. എനിക്ക് ഉത്തരവാദിത്തമില്ല. അങ്ങനെയല്ല, തിരുത്തിക്കുവാണെങ്കിൽ പക്ഷെ അല്ലാതെ എഴുതുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. അമ്മയ്ക്കാ അല്ല വേറെ വേറെ വേഷങ്ങള്, മനസ്സിലായോ? അപ്പൊ വരും എന്ന പ്രതീക്ഷയോടെ ഈ കണക്കിന് പോയാ എന്നല്ല പറഞ്ഞ പിന്നെ സാധനം എടുത്ത് കൊടുക്കല്ലേ. അങ്ങനെ ഉണ്ടാവില്ല. എന്തായാലും കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക, അതാണ് ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത്. എത്ര വലിയ ആർട്ടിസ്റ്റ്. അതെന്നാന്നറിയോ, ഈ മറ്റേ നമ്മുടെ ഈ സിനിമാ നിരൂപകരെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടൊക്കെ
അല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരാണ് അവരെന്നെ കുറെ അവര് കാരണം ഞാൻ കുറെ തീരുമാനങ്ങൾ എടുത്തായിരുന്നു. വേണ്ട, ഇനി ഇങ്ങനെയുള്ള ഒന്നും ചെയ്യണ്ടെന്ന്. പക്ഷെ അത് തെറ്റായ തീരുമാനം പിന്നീട് മനസ്സിലായി. അവര് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാരണം 8-10 സിനിമ ഞാൻ വേണ്ട. മഞ്ഞുമൽ ബോയ്സ് അമ്മ വേഷം വന്ന ആ സമയത്തൊക്കെ ഞാൻ ചെയ്തു. കരച്ചില് പിഴിച്ചില്, പിന്നെ കഷ്ടപ്പാടും ദാരിദ്ര്യവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. കഷ്ടപ്പാട്, ദാരിദ്ര്യം, ഒന്നാമത്തെ കാരണം അത്. പിന്നെ സാമ്പത്തികത്തിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടാണ്. പക്ഷെ പടം ഇപ്പൊ ഹിറ്റ്. അത് എവിടെ നിൽക്കണ്ടിയാ? എനിക്കതുകൊണ്ട് നിങ്ങളോടെല്ലാം ഉണ്ടല്ലോ ഭയങ്കര അമർഷമുണ്ട്. നിങ്ങളോടെല്ലാം പേരെടുത്ത് വേണി പറയാൻ കേട്ടോ. അയ്യോ അത് വേണ്ട. മാറി ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം കൂടി ആയിരിക്കും അതിൽ പറഞ്ഞത്. പക്ഷെ എന്തായാലും ഞാനിപ്പോ അതുകൊണ്ട് വരുന്ന വേഷങ്ങളെല്ലാം ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം അല്ല, ഹിറ്റ് പടങ്ങളിൽ നിന്നും പോയി നോക്കുമ്പോ ഒരു വല്ലാത്തൊരു. പിന്നെ ഇപ്പൊ തന്നെ ഞാൻ എത്ര പടങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഇറങ്ങുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് പേടിയാ. അല്ല, ഹിറ്റിലേക്ക് പോകും ചെയ്യുമ്പോൾ അവസ്ഥ. അമ്മ വേണ്ട, ദാരിദ്ര്യം വേണ്ട, കരച്ചിൽ വേണ്ട, കൊച്ചു മരിച്ചത് വേണ്ട, തല്ലി അലക്കുന്ന വേണ്ട, ഇങ്ങനെ വിചാരിച്ച് കുറെ പടങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതാണ് ഇനി റിലീസ് ആകുമ്പോഴാണ് ഈശ്വര മഞ്ഞമ്മൽ ഇറങ്ങിയിട്ട് തന്നെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു. അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, സൂപ്പർ ഹിറ്റ് ആയിട്ട്. ചെന്നൈയിലൊക്കെ ഭയങ്കര ഇതല്ലേ. അതെ അതെ അതെ. എന്നെ ആദ്യം വിളിച്ചു തന്നെയായിരുന്നു ഗണപതി. കൊല്ലമ്മ ചേച്ചി വൻ സംഭവമാണ്, സാധനം കേറും, സെറ്റാണ്, സ്ത്രീ കഥാപാത്രം ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായും എന്ത് കഥാപാത്രമായിരുന്നു. അതെ അതെ, പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി. ഇനി ഒന്നിനും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല അല്ലേ? അങ്ങനെ തന്നെ ആകട്ടെ. കേട്ടല്ലോ അല്ലേ, ഇതൊക്കെ ഒരു പാഠമാണ് അല്ലേ? അവക്ക് അമ്മായി ഒന്നും ഇപ്പോഴേ വരത്തില്ല എന്തായാലും. പിന്നെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു 52 വയസ്സുള്ള ഒരു ചെറിയൊരു ഡോക്യുമെന്റേഷൻ ചെയ്തു. എന്തോ ഒരു സീഡിറ്റിന്റെ ഒരു പ്രോഗ്രാം ചെയ്ത. അതെനിക്ക് എന്താ പറയണെന്ന് അറിയില്ല, അത് ചെയ്ത് ഞാൻ. എനിക്കും അങ്ങനെ തന്നെ അങ്ങനെ വലിയ ഒന്നാമത് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ. എങ്ങനെ ഇതിന്റെ പരിപാടികളൊന്നും അറിയില്ല. ആദ്യം അഭിനയിച്ച സിനിമ എന്നാ തങ്കേസോട് തന്നെയായിരുന്നു? അല്ലല്ലോ, ആറാട്ട് എന്ന് പറഞ്ഞ ആറാട്ട് മൂവി ചെയ്ത്. ആറാട്ട് മൂവി. ആറാട്ട് ലാലേട്ടന്റെ പുറകിലിതാ അത് ഞാനായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു കാര്യം. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വേറെ സീനൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പറയില്ല, ജസ്റ്റ് രജിസ്റ്റർ ചെയ്തു. ഡയലോഗ് ഒന്നും ഇല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. പക്ഷെ എന്നാ താൻ കേസോടിൽ നല്ല സീനായിരുന്നു കിട്ടിയിരുന്നത് അല്ലേ? അതിൽ നിന്നും ആ സിനിമ കഴിഞ്ഞതിന് ശേഷം സിനിമകൾ കുറെ കിട്ടിയിരുന്നു. എങ്ങനെയായിരുന്നു യാത്ര? അതിനുശേഷം ഞാൻ ഓഡീഷനൊക്കെ പോയി, കിട്ടാതിരുന്നു, പിന്നെയും പോയി, കിട്ടിയില്ല. അതിനുശേഷം ഓഡീഷന് പോയതൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ കാസർഗോഡ് എന്ന് പറഞ്ഞ മൂവി മൃദുലേട്ടൻ ഇങ്ങനെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. ചെറുതായിട്ട് വന്ന്. പിന്നെ ആ സമയത്ത് രതീഷ് ചേട്ടൻ ഇങ്ങനെ ഈ മെയിൽ ഇറങ്ങാൻ പോകുന്ന ഇതിന്റെ സ്പിൻ ഓഫ് മൂവി ഇല്ലേ, ഹൃദയഹാരിയായ പ്രണയകഥ. പിന്നെ ക്യൂൻ എലിസബത്ത് തിയേറ്ററിൽ റിലീസ് നരന്റെ സിനിമയല്ലേ? നരനും മീര ജാസ്മിൻ നമ്മുടെ ഒരു ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്ത. പിന്നെ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞ മൂവി. ഇതൊക്കെ ഓഡിഷന് പോവാതെ കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് ഓഡീഷന് പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ അതിനുശേഷം പിന്നെ ഈ എന്താ പറയണ്ട വയസ്സ് എത്രയെന്ന് പറയുന്ന മൂവിയും ഓഡീഷന് പോവാതെ ഇങ്ങനെ ഇത് കണ്ടു വിളിച്ച എന്നാ താൻ കേസോട് കണ്ടതിന് ശേഷം വിളിച്ച ഈ മൂവിയിലും. അപ്പൊ എനിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റെ ഒരു മനസ്സിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അല്ല, പക്ഷെ ചിത്രക്ക് ഇപ്പൊ ഈ ഇത്രയും ചെയ്തെങ്കിലും എല്ലാം വ്യത്യസ്തമായ കഥാപാത്രങ്ങളല്ലേ, അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. എല്ലാം വേറെ വേറെ കഥാപാത്രങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അതെ, പൊറാട്ട് നാടകത്തില് ഒരു ദളിത് യുവതിയായിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു കോമഡി, ആ ഒരു ജോണറേ അല്ല. പാലക്കാട്ട് നടക്കുന്ന ഒരു പൊറാട്ട് നാടകം എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട്, അതന്നെയാ ചെയ്യാനുള്ളത് കിട്ടിയത്. ഇപ്പൊ കുഴപ്പമില്ലാതെ കുറെ സിനിമകളായി. കൊറേ ഒന്നായിട്ടൊന്നുമില്ല, ഒരു 3-4 എണ്ണം വരാൻ കിടക്കുന്നില്ല. അടുത്ത മാസം അല്ല, ഇനിയിപ്പോ റിലീസിന് സിനിമകളുണ്ടല്ലോ. വയസ്സ് എത്രയായി തൊട്ട്, പിന്നെ പൊറോട്ടാണുണ്ട്, ഹൃദയഹാരിയായ പ്രണയകഥ. അതിൽ നല്ല വേഷമാണെന്ന് തോന്നണല്ലോ. അത് നായികയാ അല്ലേ? അന്ന് ഞാൻ ലൊക്കേഷനൊക്കെ വന്നപ്പം എനിക്ക് തോന്നി. പക്ഷെ അത് നല്ലൊരു സിനിമയാകാനുള്ള ചാൻസ് നമ്മൾ തള്ളിക്കളയുന്നില്ല. വേറെ പൊതുവാളുടെ സിനിമകളെല്ലാം ഓക്കെയാണ്, ഇത് വേറൊരു വെറൈറ്റി സിനിമയാണ്. ഒത്തിരി നാളുകൾ എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമ എങ്ങനെയാണ്. അതില് നായികയായിട്ട് വരുവാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ? അതില് നായിക എന്നല്ല, രതീഷ് പൊതുവാൾ സാറിന്റെ മൂവിയിൽ ഒരു പാർട്ടാവെന്ന് പറയുന്നത്. പക്ഷെ അതിൽ നായികയായി. അതെ,
അതെ. പക്ഷെ അതിന്റെ ട്രെയിലറും ടീസറും കാർഡൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഒറിജിനൽ കല്യാണമാണെന്ന് ചിന്തിക്കുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ പോയത്. ഞങ്ങൾക്ക് പിന്നെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അല്ല, എനിക്കും അറിയായിരുന്നു, നമ്മളെ പ്രൊഡ്യൂസർ ഇവരൊക്കെ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പക്ഷെ കമന്റ്സ് എല്ലാം അങ്ങനെയായിരുന്നു, ഇവര് കല്യാണം, ഇവര് ചേരേണ്ടവരായിരുന്നു. അപ്പം കുറെ സിനിമകൾ, നല്ല നല്ല സിനിമകൾ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അല്ലേ? ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് കഥാപാത്രത്തെ കുറിച്ച്? ഈ സിനിമയിലും ഈ പറഞ്ഞ കണക്ക് സെലക്റ്റീവ് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ക്യാരക്ടർ വന്ന സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറും ആക്ടറും ഷിജുവേട്ടൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ സമയത്ത് നായകന്റെ സഹോദരി ബബിത എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. നല്ലൊരു നാടൻ പശ്ചാത്തലത്തിലുള്ള നല്ല രീതിയിൽ പോകുന്നൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ചിന്തിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. വേറെ ഒന്നും ചിന്തിച്ചില്ല. ശരിക്കും സ്ഥലം എവിടെയാണ്? കാസർഗോഡ് നീലേശ്വരത്തിനടുത്ത് കുന്നുംകൈ എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശം. മലയോര പ്രദേശമാണ്. ഇപ്പം ഒരു നടി എന്ന നിലയിലല്ല അറിയപ്പെടുന്ന അവിടെ? അല്ല, ചിത്ര എന്ന് പറയുന്ന ആളെന്നെയായിട്ട് തന്നെ ഞാൻ അറിയപ്പെടുന്നത്. മാറിയിട്ടില്ല? ഇല്ല. അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? നാട്ടുകാരും തുടക്കത്തിലുള്ള ഒടുക്കത്തിലുള്ള പോലെ തന്നെ ഇപ്പോൾ ഉള്ളത്, വലിയ വ്യത്യാസമൊന്നുമില്ല. വീട്ടിലൊരു വിലയില്ലെങ്കിൽ നാട്ടില് പുല്ലുവില എന്ന് പറയുന്ന പോലെ നാട്ടില് പുല്ലുവില അല്ലെ? അല്ല, ഒരു അത്തരം ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സിനിമയിലേക്ക് വരുന്നെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട് അല്ലെ? ഒത്തിരി എന്ന് വെച്ചാൽ ഞാൻ നാട്ടുകാർ പറയുന്നതിൽ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു ബോധറിയുന്ന ഒരാളല്ല. വീട്ടുകാരെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് വന്നു. ഇപ്പം ആ ഒരു കുഗ്രാമത്തിൽ നിന്ന് സിനിമ എന്ന് പറയുന്ന സ്വപ്നം കാണുന്ന ഒരു സെലിബ്രിറ്റിന്റെ കൂടെ ഫോട്ടോ എടുക്കാന്ന് പറയുന്നതന്നെ, കാണുക എന്നെല്ലാം പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ളവരെ കാര്യം എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ അതിനു വേണ്ടി വരിക, ഇതെങ്ങനെയാ വരിക, ആ ഫിലിമായിട്ട് യാതൊരു സപ്പോർട്ടും ഇല്ലാത്തൊരു, എങ്ങനെയാ ഇതിലേക്ക് എത്തിപ്പെടേണ്ടതെന്ന് അറിയാത്തൊരു ഇതാ. അപ്പോൾ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ എത്തിപ്പെടാന്ന് അറിയില്ല. അപ്പൊ ആ സമയത്ത് 20 മുതൽ എന്ന് പറയുന്ന മൂവി വന്നു. നമ്മളെ സ്ലാങ് നല്ല പോപ്പുലറായി. പിന്നെ കുറെ വേറെ മൂവീസിന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ ഈ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ ഞാൻ ആറാട്ടില് റിലീസായത് ആറാട്ടാണെങ്കിലും അതിന് മുമ്പ് OTT മൂവി എന്ന് പറഞ്ഞ കുറച്ച് അവിടെ എല്ലാ ആൾക്കാർ കണ്ണൂർ ശ്രീകണ്ഠാപുരം എന്നുള്ളവരെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും റിലീസായിട്ടില്ല. ഇപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും, അതൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു 3 മൂവി ചെയ്തിട്ടുണ്ട് ഞാൻ. നബീക്ക, കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന, കല്യാണമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മൂവി അല്ലേ? അതും കല്യാണമായിട്ട് ബന്ധപ്പെട്ട, പക്ഷെ അതൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെയെങ്കിലും ഒരു മാർക്ക് കൊടുക്കാൻ ഓർത്താ. അത് കണ്ണൂരുള്ള ടീമിന്റെ ചെയ്തു, അതൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പൊ സിനിമേന്റെ ആവശ്യത്തിന് പുറത്ത് കയ്യിൽ നിന്നുള്ള പൈസ കളഞ്ഞ്, അതായത് സിനിമക്ക് അഭിനയിക്കാൻ വേണ്ടി നമ്മള് പൈസ കളയുന്നതല്ല, അതിന്റെ കോസ്റ്റ്യൂം ആയാലും ട്രാവലിംഗ് ആയാലും അങ്ങനെയൊക്കെ പൈസ കളഞ്ഞ് ചെയ്ത. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എന്തിനാ വെറുതെ പൈസ കളയുന്നത്, ഇതിന് ശരിയാവോ എന്നുള്ള രീതിയിൽ സംസാരിക്കണം ചെയ്തു. അതായത് സിനിമയോട് സപ്പോർട്ടില്ല എന്നല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബസ്സിന്റെ പൈസ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം, ഇന്ന് ഡ്രസ്സ് എടുക്കണം, അങ്ങനെല്ലാം പറയുമ്പോൾ എപ്പോഴും ഇത് പറയുമ്പോൾ ഒരു ഇതല്ലേ, അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ടായിരുന്നു. അല്ലാണ്ട് എപ്പോഴും സപ്പോർട്ട് തന്നെയായിരുന്നു കൂടെ വരാൻ. അച്ഛന് കൊണ്ട് പൈസ വല്ലതും കൊടുത്തോ ഈ സിനിമയിൽ നിന്ന് കിട്ടിയെന്ന്? ഇത്രയും കിട്ടിയിട്ടും കൊടുത്തില്ലേ? സാധാരണ പോലെ ഇല്ല, ഞാനെന്നെ മേടിയിൽ മാത്രമേ ഉള്ളൂ, കൊണ്ട് കൊടുക്കണ്ടേ? ഇപ്പൊ മേടിക്കുന്നില്ല, അത്ര വലിയ ഞാൻ അങ്ങനെ മേടിച്ചതിന് ഒരു പകരോ അച്ഛനും കൊണ്ട് കൊടുക്കണ്ടേ? അച്ഛനും ഇതിന് കൊടുക്കുന്നില്ലേ? അച്ഛൻ ഇങ്ങോട്ടല്ലേ തരണ്ടേ? തെറ്റിക്കാൻ പാടില്ല. ഇരുപത് നോക്കുമ്പോ അച്ഛനല്ലേ തരണ്ടേ? അച്ഛൻ കണ്ടിട്ട് എന്നോടൊന്ന് പറഞ്ഞു കേട്ടോ, ഞാൻ അച്ഛൻ്റെ നമ്പർ എടുത്തൊന്ന് വിളിച്ചു ചോദിക്കട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. എന്തായാലും കുറേ സിനിമകൾ, നല്ല നല്ല സിനിമകൾ അഭിനയിക്കണം. ഇനിയും ചിത്രയ്ക്ക് ഒത്തിരി നല്ല വേഷങ്ങൾ കിട്ടണം. ഈ പറഞ്ഞ പോലെ ഏത് വേഷമാണെങ്കിലും ചെയ്യാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ സിനിമയിൽ വേഷം കിട്ടും, അതിന് മാറ്റമൊന്നുമില്ല അല്ലേ? നല്ല രീതിയിലുള്ള ഏത് വേഷം, മിന്നായം പോലെ ജസ്റ്റ് പോയി വന്നാലും ശരി, നല്ല രീതിയിൽ നല്ല വേഷം കിട്ടും, ഞാൻ ചെയ്യും. ഈ പറഞ്ഞത് എൻ്റെ ലൈബ്രറിയിൽ എന്നും കാണും, ഈ പറഞ്ഞത് എന്നും എൻ്റെ ലൈബ്രറിയിൽ കാണുമെന്ന് പറയാം. അന്ന് ഞാൻ ചോദിക്കും, ഒരു മിന്നായം പോലെ ഒരു വേഷത്തിന് വരുമോന്ന്. മിന്നായം പോലെ വെച്ചാ മിന്നായം എന്ന് പറഞ്ഞത് ഇങ്ങനെയാ, അങ്ങനെയല്ലേ? പക്ഷേ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെയാ പറയണേ? അങ്ങനെയല്ല. മിന്നായം പോലെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ എന്തെങ്കിലും ചെയ്തു ഡയലോഗ് പറഞ്ഞിട്ട് അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? അല്ല, ഞാൻ എനിക്ക് അതെങ്ങനെ പ്രശാന്തായിട്ടൊന്ന് പറഞ്ഞു. ചെറിയ വേഷമാണേലും അതിന് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷെ ഇപ്പൊ എനിക്ക് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതാരും നോക്കാൻ അങ്ങനെയൊന്നും എനിക്ക് വേണ്ട. ഇപ്പൊ പോകുന്ന പോലെ പോക്കോട്ടെ. പാഠം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം. താക്കോൽ അവിടെ തന്നെ ഉണ്ട്.
എങ്ങനെയുണ്ട് പ്രശാന്ത് ഏട്ടാ കൊള്ളാം, അടിപൊളി. സിനിമയില് ലൊക്കേഷനൊക്കെ എത്തിയപ്പോ എങ്ങനെയായിരുന്നു? ലൊക്കേഷനൊക്കെ എത്തിയപ്പോ പ്രശാന്ത് ഏട്ടന് മാത്രല്ല ആ സെറ്റിൽ ഇമേജ് ഇവര് എന്ന് വെച്ചാൽ ഞാൻ ഈ സ്ക്രീനിലെല്ലാം കണ്ട് അങ്ങനെ പോയി കാണുന്നതല്ലേ. ഇവരുടെ അടുത്ത് ഞാൻ ജാടയൊക്കെ കുറെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. രമേശിനെ പറയുകയാണെങ്കിൽ രമേശിന് ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു അങ്ങനത്തെ ക്യാരക്ടർ ഞാൻ ഫുള്ള് കണ്ടേക്കായിരുന്നു. പക്ഷെ അതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയി ഭയങ്കര വൈബാ സെറ്റിലെല്ലാം. സെറ്റില് ലൊക്കേഷന്റെ സമയത്തെല്ലാം ഉണ്ടാവും, മറ്റേ സ്ക്വാഡ്സിലും ചെയ്യും, മറ്റൊരു സീനിന്റെ ടൈമിലുണ്ട്, എക്സസൈസിൽ നിന്ന് സ്പോട്ടിൽ ചെയ്യുന്നതാണാ. ആ ചെയ്തിട്ടില്ലേ ചേച്ചി? അങ്ങനെ ഭയങ്കര ഈ നമ്പർ എന്ന് പറയുന്ന പോലെയാ ചേച്ചി. വയസ്സില്ല, 41 വയസ്സുള്ളൂ, പിന്നെ വയസ്സാക്കി കൊടുക്കണം. അങ്ങനെയല്ല, എത്ര വയസ്സുണ്ട്? എനിക്ക് 36 വയസ്സ്. 4-5 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. എന്നിട്ട് അവള് നായിക ചെയ്തോണ്ട് അമ്മൂമ്മ വേഷം ചെയ്ത പ്രശാന്ത് നിന്നെക്കാളും മൂത്തതാ. പ്രശാന്തിനും വയസ്സ് കൂടുതലാ, ചിന്ന പയ്യൻ അല്ലേ? പക്ഷെ ഞാൻ അറിയില്ലല്ലോ ഈ താടിയും മുടിയെല്ലാം. എന്നിട്ട് പ്രശാന്താണെന്ന് വിളിക്കുന്നല്ലേ? അല്ല, ഇതെനിക്ക് അറിയില്ല. അത് നമ്മളെ ഈ സിനിമയെല്ലാം കണ്ട് ആ ഒരു സീനിയോറിറ്റിയെല്ലാം കാണും ബഹുമാനം കൊണ്ട് വിളിച്ചു സത്യം ചോദിച്ചു മനസ്സിലാക്കണമല്ലോ. അല്ല, എല്ലാവർക്കും നമ്മൾ കിട്ടേണ്ട വേഷങ്ങൾ കിട്ടേണ്ട രീതിക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോൾ നമ്മൾ ഓക്കെ ആവും. ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ അത് കൂടുതലായി പോകുന്ന അറിയില്ല, ഭയങ്കര കളറ് അല്ലെങ്കിൽ ഭയങ്കര ഞങ്ങളിപ്പോ സുന്ദരിയാന്ന് പറയണം, അതാണ് ഈ പറഞ്ഞു വരുന്നത്. പറഞ്ഞു വരുന്ന അതൊക്കെ ഉള്ളവർക്ക് നായികയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കതില്ല എന്ന് പറയുമ്പോ നമ്മൾ പറയുന്നത് സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പണ്ട് നിറത്തിന്റെ പേരിലും ഒക്കെ മാറ്റി നിർത്തിയ കാലഘട്ടം ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കലാഭവൻ മണി ഉൾപ്പെടെ ഉള്ളത്. ആ കാലഘട്ടമൊക്കെ മാറി. കാര്യമാണെന്നാ ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര എന്താ പറയുക, എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ എല്ലാം മാറിയില്ലേ? അല്ലേ, നീ ഞാൻ പറഞ്ഞ പോലെ തന്നെ സുന്ദരിയാണ്. എന്റെ സുന്ദരിന്റെ പ്രശ്നമല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്റെ റേഞ്ച് എനിക്കറിയാം. പ്രേമലോലും പറഞ്ഞ പോലെ അല്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ വേറെ 2 കാര്യങ്ങൾ ചോദിക്കാണ് താങ്കളുടെ അടുത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ മരീന മൈക്കലിൽ ഒരു ഇന്റർവ്യൂ എടുത്തപ്പം താങ്കളുടെ പേരാണ് ഉദ്ധരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ക്യാരവാനിൽ കയറിയപ്പോൾ താങ്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് എന്താണ് സംഭവം ഉണ്ടായത്? എന്താണ് സംഭവം? താങ്കൾ ആ ഇന്റർവ്യൂ കണ്ടു കാണുന്നു തോന്നുന്നു. പ്രശാന്തിന്റെ പേര് താങ്കളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. എന്താണ് സംഭവിച്ചത്? ഇല്ല, അത് മറീന പറഞ്ഞത് ഞാൻ ലീഡ് ചെയ്ത പടത്തില് ഇങ്ങനെ ഒരു ക്യാരവാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു ഇഷ്യൂ ഉണ്ടായെന്നാണ് പറഞ്ഞത്. അത് ഈ പടം തന്നെയാണ്, വയസ്സ് ഇത്രയെന്ന് പറഞ്ഞ പടം തന്നെയാണ്. അപ്പൊ അത് ഞാനും മറീനയായിട്ട് പേഴ്സണലി ഒന്നുമില്ല. മറീന എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് മാറിപ്പോയി. ഐ മീൻ പ്രശാന്ത് നായർ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അതല്ല ഇവര് നമ്മുടെ പ്രൊമോഷൻ ടീം എടുത്തിട്ടിട്ട് ഇന്ന ആളാണ്. പിന്നെ ആസിഖിനെ കുറിച്ച് അന്ന് നമ്മുടെ ഇതിൽ പറഞ്ഞില്ലായിരുന്നു, പ്രസ് മീറ്റിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവര് പ്രൊമോഷണൽ വീഡിയോ ആക്കി അത് മാറ്റി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളുടേതായ പ്രശ്നം മെറീനയൊക്കെ ഉണ്ടായപ്പോൾ അത് ഒരു കടൽ തീരത്തായിരുന്നു ഷൂട്ട്. അപ്പൊ മെറീന പറഞ്ഞു ക്യാരവാൻ വേണം, എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ബഡ്ജറ്റ് അവരവിടെ ഒരു വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തു, വീട്ടിൽ ഇരിക്കാം എന്നുള്ള രീതിയിൽ. കാരണം ഒന്നാമത് ക്യാരവാൻ അവിടെ കൊണ്ടിടാൻ ഇടയില്ലായിരുന്നു, കടൽ തീരത്തായിരുന്നു ഷൂട്ട്. പിന്നെ ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എന്തോ ടെക്നിക്കലി പ്രശ്നം ഉണ്ടായി. പിന്നെ ഒരു ദിവസം എന്തോ ഒരു ഷൂട്ടിനിടയിൽ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പം ആളെന്തോ ഒരു ഉദ്ഘാടനത്തിന് പോയി. അപ്പൊ ഞാൻ മറീനോട് ചോദിച്ചാൽ മറീന പറഞ്ഞ ആ ഡേറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ്. ഞാൻ പ്രൊഡ്യൂസറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ആ ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായി. എന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മറീന തന്നെ ചോദിച്ചാൽ അല്ല മറീന എന്താണെന്നല്ലേ പറയുന്നത്. മറീനയും ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. എനിക്കത് ഷീച്ചറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പിന്നീട് മറീനയ്ക്ക് എന്തോ അസുഖമുണ്ടായി, ഹോസ്പിറ്റലിൽ പോയി. അത് നിർബന്ധമായിട്ട് അത് താരസംഘങ്ങളിൽ പരാതി, നിർമ്മാതാക്കളുടെ സംഘങ്ങളിൽ പരാതി പോയിരുന്നു. പിന്നെ നമ്മുടെ ആക്ട്രസ് ഉണ്ടായിരുന്നല്ലോ അമ്മയുടെ മാല ചേച്ചി എന്നെ വിളിച്ചായിരുന്നു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അറിയില്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞു. പ്രശ്നം അതെന്താന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. പ്രശാന്തിന് ആരാണ് ഭീഷണിപ്പെടുത്തിയത്? അല്ല അങ്ങനെയല്ല, ഈ പറഞ്ഞത് ആരാണ്? മാല ചേച്ചി വിളിച്ചു പറഞ്ഞു വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും, നീ നായകനാകുന്ന പടമല്ലേ. ഞാൻ പറഞ്ഞു ആ നായകനാകുന്നുള്ള സത്യമാണ്, പക്ഷെ അതിന്റെ പരിപാടി എന്താന്ന് എനിക്കറിയില്ല. നിങ്ങൾ പരാതി തന്നവരും പരാതിപ്പെട്ടവരും ആരുടെ പേരിലാണോ പരാതി അയാളുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനെ കുറിച്ചുള്ള കുഴപ്പമൊന്നും വന്നില്ല. മറീനയാണേലും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മറീനെ വിളിച്ചായിരുന്നു.
ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. വേറെ ഇഷ്യൂ ഉള്ളത് ഞാൻ ചോദിച്ചത് നിനക്ക് എന്റെ പേര് അറിയിച്ചില്ല ലേഡി പറഞ്ഞില്ല. അങ്ങനെയല്ല, ഞാൻ ആ മൊമെന്റിൽ വിട്ടുപോയതാണ്. അങ്ങനെ എടാ നല്ല പടമല്ലേ നമ്മുടെ, അവൾക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു പടമാണ് നൈസത്ര. അവളുടെ കഥാപാത്രമൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ഭയങ്കര കുറച്ച് ബോയിഷ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആരും കാണാത്ത ഒരു. അല്ല, അതുകൊണ്ടാണോ ഇപ്പൊ ഈ പ്രൊമോഷൻ ഒന്നും വരാത്തത്? അതുകൊണ്ടായിരിക്കാം പ്രൊമോഷൻ വരാത്തത്. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്നെ ആരും വിളിച്ചില്ലെന്നാണ് പറഞ്ഞത്. എന്നെ ആരും വിളിച്ചില്ലെന്നാണ് പറയുന്നത്. എന്റെ വിചാരം അതൊരു രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണെന്നാണ്. അല്ല, പോസ്റ്ററിലുണ്ടല്ലോ, പിന്നെ എങ്ങനെ രഹസ്യമായിട്ട് വെക്കുന്നത്? പക്ഷെ അതിന് അല്ല, പ്രശാന്ത് വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്നെ ഇതിലേക്ക് വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നെ അങ്ങനെ എന്താണ് പറഞ്ഞത്? എന്നെ അറിയിക്കുന്നില്ലല്ലോ ഇതൊന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞത് നീ എന്ന പ്രൊഡ്യൂസറെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു പറഞ്ഞു. പിന്നെ ആദ്യം ഞാൻ ചോദിച്ചോളാം, സംസാരിച്ചോളാം എന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോ എന്നെ പോലെ ഇങ്ങനെ ഇപ്പൊ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ ഈ റീസെന്റ് ആണ് ഞാൻ പറഞ്ഞ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്താന്ന് പറയാം, താങ്കൾ ഒരു നായകനാകുന്ന ആദ്യത്തെ സിനിമ അല്ലെ? ആ സിനിമയിൽ നിന്നാണ് പല വാർത്തകളും മുന്നോട്ട് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കും, പ്രൊഡ്യൂസറിലും കൂടുതൽ ബാധിക്കും താങ്കളെ ആയിരിക്കും അല്ലെ? താങ്കളൊരു നായകനാകുന്ന സിനിമയാണ്. അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ മോശമായ ടോക്ക് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുക എന്നുള്ള ബാധ്യത താങ്കൾക്ക് തന്നെയാണുള്ളത് അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയപ്പോഴും അവിടെ ഇവിടെ തൊടാതെ പോകുമ്പോഴും താങ്കളെയാണ് മാർക്ക് ചെയ്യുന്നത്. ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു നായകനാകുന്ന ഒരു സിനിമ അല്ലെ? എത്ര നാളത്തെ കഷ്ടപ്പാടാണ്. ആ സിനിമയിൽ ലൊക്കേഷനിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ അത് പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും എൻ്റെ ഇന്റർവ്യൂവിൽ തന്നെ മരീന പറയും പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്ത ചർച്ചയാണ്. ഇന്ന് വരെ ഇതുമായിട്ടൊരു ക്ലാരിറ്റി ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. താങ്കൾ വന്നിട്ടില്ല, പ്രശാന്ത് വന്നിട്ടില്ല. ഇന്നാണ് സംസാരിക്കുന്നതല്ലാതെ നമ്മുടെ ആ ഏരിയയിലേക്ക് അത് വരുമെന്നോ നമ്മളോട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമെന്നോ നമ്മൾ ഓർക്കുന്നില്ലല്ലോ. മരീനയ്ക്ക് ശരിക്കും എന്താണ് ആ ലൊക്കേഷനിൽ ഭയങ്കര പൊടിയായിരുന്നു. അതായത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ്. അപ്പൊ അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നനയ്ക്കും, രാവിലെ എല്ലാവരും മൊത്തം നനച്ചിട്ടൊക്കെയാണ് നമ്മൾ ഷൂട്ട് നടക്കുന്നത്. എന്നാലും ഈ പറയുന്ന പോലെ പൊടി ഉണ്ടാവും. ഞാനും ഈ പറയുന്ന പോലെ മറ്റേ സാധനം വെച്ചിട്ടുണ്ട്, മാസ്ക് ഒക്കെ വെച്ച്, മാസ്കും പിന്നെ എസ്കലേറ്റർ അല്ല നെബുലൈസർ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എന്നും വൈകുന്നേരം നെബുലൈസർ പിടിക്കും, രാവിലെയും പിടിക്കും. കാരണം അതുപോലെ പോവും, നമ്മുടെ തൊണ്ട പോവും. പിന്നെ ഈ പറയുന്ന പോലെ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഡയലോഗ് പറയുമ്പോൾ വീണ്ടും ഇഷ്യൂ ഉണ്ടാവും. എനിക്കത് ആ ഒരു ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്റെ ഇത് ലങ്സ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അങ്ങനെ എല്ലാരെയും എഫക്ട് ചെയ്തായിരുന്നു അവിടെ അഭിനയിച്ചിട്ടുണ്ട്. അവിടെ ജീവിക്കുന്നവർക്ക് മാത്രം എന്തെങ്കിലും ഒരു പ്രതിരോധം ഉണ്ടായിരിക്കും. അപ്പം പുതിയതായിട്ട് വന്നപ്പോൾ മെറീന ഏതൊരു ഷൂട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവൾക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഷീച്ചറിന് ഒരു ഡോക്ടറെ കൊണ്ട് ചെന്നു. ഷീച്ചറിൻ്റെതായ ഒരു ഗവൺമെന്റ് ഡോക്ടറെ കൂടെ ചെന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ ഇറക്കിക്കൊണ്ട് വന്നു എന്നാണ് ഇവള് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് ഷൂട്ടിന് വന്നു. വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ഫണ്ടിന്റെ എന്തോ വിഷയം ഉണ്ടായിരുന്നു. ഫണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഫണ്ട് ചോദിച്ചു, അപ്പൊ കൊടുത്തില്ല. അങ്ങനെ 2-3 ഇഷ്യൂ ഉണ്ട്. ഇതെല്ലാം പ്യൂർലി പ്രൊഡക്ഷനെ ബാധിക്കുന്ന ഇഷ്യൂസ് ആണ്. തീർച്ചയായിട്ടും എനിക്ക് ഒരിക്കലും പോയിട്ട് പിന്നെ ഈ പറയുന്ന ഇടപെടാനും പറ്റില്ല. ഇല്ല, നമ്മൾ സീനുകൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാൻ നേരത്ത് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാം, നല്ലതാണ്, ഇന്നാണ് ഈ കഥാപാത്രം. കാരണം ഈ സ്ക്രിപ്റ്റിനകത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇവർ എഴുതുന്ന സ്ക്രിപ്റ്റിനെല്ലാം നമ്മൾ രാത്രിയിൽ ഇരുന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ ഇതിനകത്ത് കുറെ സീനുകൾ ഇങ്ങനെ കട്ട് ചെയ്യും. കുറെ സീനുകൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രസമാണെന്ന് പറയും. കുറെ കോമഡികളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ചിലപ്പോൾ അരോസമാവെന്ന് പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാണ്. അങ്ങനെ ത്രൂ ഔട്ട് ഈ പരിപാടികളെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ട് ആക്ടേഴ്സ് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ ചെയ്യണ്ടേ. അപ്പൊ ഫൈസലിക്കാണെങ്കിലും അല്ലെങ്കിൽ ഷിജറിനാണെങ്കിലും പുതിയ പടമാണ്, എല്ലാവരുടെയും ആദ്യത്തെ പടമാണ്. അപ്പൊ ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ അവരും ഒന്ന് ചോദിക്കാറുണ്ട് എന്താ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു ഇതായിട്ടാണ് പോണത്. അപ്പൊ പിന്നീട് അത് പരാതിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പലരുമാണ് സ്ക്രിപ്റ്റ് പറഞ്ഞിരുന്നത്, എനിക്ക് ക്ലാരിറ്റി ഇല്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറീന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ് ഇഷ്യൂ, കറക്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയും. പിന്നീട് അന്വേഷിച്ചിരുന്നോ? ഈ വാർത്തകളൊക്കെ പുറത്തു വന്നതിന് ശേഷം അന്വേഷിച്ചിരുന്നോ? പിന്നീട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അന്വേഷണത്തിന് ഞാൻ പോയില്ല. കാരണം അറിയാം നമുക്ക് എന്താണ് ഇന്നതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ നടന്നിട്ടുള്ളത്, നമ്മുടെ മുമ്പിൽ നടക്കുന്നത് ഇന്നതൊക്കെയാണ്, നമ്മൾ ഡയറക്റ്റ് അറിഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ്, നമ്മളോട് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളതും ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൺസേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് മുടക്കാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും ഷൂട്ടാണ് അൾട്ടിമേറ്റ്. നമ്മൾ ചത്ത് കിടന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാപാത്രം അവിടെ ഉണ്ടെങ്കിൽ പോയി ചെയ്യാൻ, അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര മസ്റ്റാണ്. പിന്നെ അതിനകത്ത് നമുക്ക് തിരിച്ചു വ്യത്യാസം കാണിക്കാനായിട്ട് ഒന്നുമില്ല സെറ്റില്. എല്ലാവരും ഒരേ മുറിയിലാണ് കഴിയുന്നത്, എല്ലാവരും ഒരേ ഫുഡാണ് കഴിക്കുന്നത്. 2 സെറ്റ് ഫുഡൊന്നും ഇല്ല. അവിടെ തന്നെ കേറ്ററിങ്ങിന് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. നമ്മുടെ സിനിമയുടെ പ്രൊഡക്ഷനാണ് ഫുഡ് വിളമ്പി കൊടുക്കുന്നത്. എല്ലാത്തിനും ഒരു 2 തട്ട് ഇല്ല. ഈ പറയുന്ന ഷിച്ചറിന്റെ എന്താണ് വില്ലയിലാണ് എല്ലാവരും താമസിക്കുന്നത്. ഞാൻ ചേച്ചിയൊക്കെ AC ഇല്ലാത്ത റൂമിലാണ് കിടക്കുന്നത്. അത്രയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ചെറിയ പ്രൊഡക്ഷൻ ആണ്, നമ്മൾ നിൽക്കണം, അതനുസരിച്ച് നിന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ചിലപ്പം മറീന എക്സ്പെക്ട് ചെയ്ത വേറൊരു കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കാം. അതെന്റെ ഒരു ഇതാണ് കേട്ടോ.
അത് ഷിച്ചറിനോട് ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് തീർച്ചയായിട്ടും അത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കണം. ഞാൻ താങ്കളാണ് ഇതിനകത്ത് നായകനും താങ്കളുടെ ഒരു സിനിമ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോയത്. അത് ക്ലിയർ ചെയ്യേണ്ട എൻ്റെ ഒരു ബാധ്യത. ഞാൻ എൻ്റെ ഇന്റർവ്യൂലാണല്ലോ മരീന പറയുകയും ചെയ്തത്. അല്ല, ആർട്ടിസ്റ്റുകൾക്ക് നോർമലി കിട്ടുന്ന ഒരു പ്രൊഡക്ഷൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട സാധനങ്ങൾ ഇല്ലായിരുന്നു. അത് പക്ഷെ നമ്മളോട് ആദ്യമേ പറഞ്ഞായിരുന്നു, ഇന്നതാണ് പരിപാടി, നമ്മുടെ വില്ലനാണ് നിൽക്കുന്നത്, നമ്മുടെ ഫുഡാണ്. എനിക്ക് ഞാൻ നായകനാണെന്ന് പടം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും പറ്റതല്ല ഞാൻ പറഞ്ഞത്. ഇനി അതെടുത്ത് വേറെ പരിപാടി പിടിക്കരുത്. നമ്മൾ പറയുന്നത് നമ്മുടെ എന്താണ് ഫെസിലിറ്റീസിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ റെഡി ആയിരുന്നു. നമുക്ക് അത് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ്, നല്ല ആംബിയൻസും, നമുക്ക് ഇതുവരെ പ്രൊഡക്ഷനകത്തൊന്നും കിട്ടാത്തത്ര ടേസ്റ്റ് ഉള്ള ഫുഡ്. നമ്മുടെ ആംബിയൻസ് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു, എല്ലാവരും ഫ്രണ്ട്ലി വൈബായിരുന്നു. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. അല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇതോ ഉള്ളൂ ആ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് അതിനകത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല, തോട്ടി പോലും കാണില്ല ചിലപ്പോൾ. നമ്മൾ പോകുമ്പോൾ തോട്ടി ഉള്ളെന്ന് ഓർത്ത് പോയാൽ നമ്മൾ ഓക്കെ ആയിരിക്കും. അപ്പൊ ആനപ്പുറത്തിരിക്കാൻ പറ്റും. അതാണ് എന്റെ ഒരു ഉദാഹരണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിക്കുക. സിനിമയാണല്ലോ, സിനിമ ഒത്തിരി പേരുടെ കൂട്ടായ്മയാണ്, എല്ലാവരും സ്വപ്നമാണല്ലോ സിനിമ. ഇപ്പൊ ഇതിന്റെ വരുന്ന പ്രൊഡ്യൂസറിന്റെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. വരുമ്പോഴേ ഉള്ളൂ അവിടെയാണ് വിഷയം. പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാനുള്ള ഒരു സെറ്റപ്പിലുള്ള പടം അല്ലത്. അല്ല, ഇതിന്റെ കാര്യമല്ല മൊത്തത്തിൽ പറയുന്നത്. അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും. പിന്നെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയുടെ സമയത്തൊക്കെ നമുക്ക് കിടക്കാൻ, അതൊക്കെ ആ ഒരു ടൈം. അത് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഭയങ്കര ഒരു പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഒക്കെ എക്സ്ട്രീമാണ്. ആ പടം മാത്രമല്ല, അല്ല ആ പടത്തിൽ എല്ലാവരും പുതിയതായിരുന്നല്ലോ. പിന്നെ വ്യത്യാസം പുതിയതല്ലായിരുന്നു. അല്ല, നായകൻ പുതിയതായിരുന്നു. അല്ല, പക്ഷെ ആ പടം ഓൾറെഡി ഒരു പടം ഹിറ്റായ നായകൻ അദ്ദേഹത്തിന് ഈ പറയുന്ന ഞാൻ ഈ സ്വാതന്ത്ര്യ അർദ്ധരാത്രി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒന്ന് ഹിറ്റ് അടിച്ചിട്ട് വന്നാണ് പെപ്പയാണ് നായകനായത്. അദ്ദേഹത്തിന് വേറെയും നിങ്ങൾക്കൊക്കെ വേറെയുമായിരുന്നു. പിന്നെ അത് ഉറപ്പായിട്ട് അങ്ങനെയായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞ അത് അങ്ങനെയാണെന്നതിന് കുഴപ്പമുണ്ടെന്നല്ല. പക്ഷെ പാർഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇൻഹറന്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ സാധനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് അങ്ങനെ തന്നെയാണ് അവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ സൂപ്പർ സ്റ്റാർ ചെയ്യുന്നത്ര പരിപാടി പുതിയതായിട്ട് വരുന്ന ഒരാൾ ചെയ്യുന്നില്ല. പിന്നെ അയാളുടെ മാർക്കറ്റൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെ ഫിനാൻഷ്യലി നോക്കുമ്പോഴും വർക്കിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴും ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് തോന്നും. പക്ഷെ വേണമെങ്കിൽ ഈ പറയുന്ന ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഈ സാധനം വേണം ഒഴിവാക്കാം. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അവർക്കൊരു ഫീലിംഗ് ഓഫ് ബെറ്റർ എന്നുള്ള ഒരു സാധനം കിട്ടാനായിട്ട് ചിലപ്പോൾ അതും വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ ചോദിക്കും എനിക്ക് ഇന്ന് ഐറ്റം ഇല്ല. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഇപ്പോഴും ഞാൻ അങ്ങനെ നോക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുറിയും കുഴപ്പമില്ലാത്തൊരു ഫുഡും കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഏത് എനിക്ക് മാത്രം പോരാ അവർക്കും കൊടുക്കണം പറയാൻ പറ്റില്ല. പോകാൻ നോക്കും എന്റെ പണികൾക്ക്. ഈ ആദ്യത്തെ സിനിമ അല്ലേ, അതിൽ നിന്നാണല്ലോ ഒരു വരവ് വന്നത്. അല്ല, ഞാൻ പറഞ്ഞ അത് എല്ലാവരും പുതിയ. പിന്നീടുള്ള ഒരു യാത്രയിൽ പല സ്ഥലങ്ങളിലും പല രീതിക്ക് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇൻസൾട്ട് ആയിട്ടുണ്ട്. അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞ അതൊക്കെ ഇൻസൾട്ട് ആണല്ലോ മുരളി എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് എനിക്ക് അതിനെ തോന്നിയിട്ടുള്ളൂ. മനസ്സിലായി? കാരണം അത് അങ്ങനെയാണ്, അതാണ് ഈ സിനിമയുടെ രീതി. അതാണ് അത് നമ്മൾ എത്ര ശ്രമിച്ചാൽ ആരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ അത് നടക്കുന്നില്ല. സിനിമയാണ് വലുതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വിഷയമില്ല. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വിഷയം വരില്ല. അതല്ലാതെ നമ്മൾ മറ്റേ പേഴ്സണലായിട്ട് ഞാനാണ് വലുതെന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നമാകുന്നത്. അവിടെയാണ് പ്രശ്നമാകുന്നത്. അങ്ങനെ പല സ്റ്റാറുകളും വിചാരിക്കുന്നിടത്താണ് പടം താഴെ പോകുന്നത്. അതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് സിനിമയാണ് വലുതെന്ന് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പൊ 3-4 വർഷമായിട്ട് ഞാൻ കിടന്ന് പെടാപ്പാട് വിടുവാണ്. നമ്മളൊരു 3-4 സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട്. അപ്പൊ നമുക്കറിയാം ഒരു സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് സിനിമയ്ക്ക് വേണ്ടി ഫുള്ള് ത്യജിക്കുക, ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഈ നിമിഷം ഞാനിവിടെ ഇരിക്കുന്നതിന്റെ കാരണം. അതാണ് ഒരു മാറ്റം സംഭവിച്ച ഒരു സിനിമ ഏതായിരിക്കും? ജാനമനായിരിക്കും. കുറച്ചൊരു ഒരു സ്റ്റെപ്പ് ഒന്ന് കയറിയത് ജാനമൻ തന്നെയല്ലേ? അല്ലേ, അതിനകത്ത് മാറ്റമൊന്നുമില്ല നമുക്ക്. അവിടെ നിന്ന് പിന്നീടുള്ള യാത്രയ്ക്ക് വലിയ കോട്ടമില്ലാതെ പോകുന്നില്ല. അതെ, അവിടെ നിന്ന് പിന്നീടുള്ള യാത്രയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു സംഭവമുണ്ട്, ഒരു ശമ്പളമുണ്ട്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്. ദൈവാനുഗ്രഹം. എന്തും തുറന്നു പറയുന്ന ആളാട്ടത്. ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ചില സിനിമയ്ക്ക് വിളിക്കും ചെറിയ സിനിമയാന്ന് പറയും. പോകുമ്പോൾ നോക്കുമ്പോൾ മമ്മൂക്കാടെ ഒക്കെ ആയിരിക്കും. അവിടെയും ചോദിച്ചിട്ടുണ്ട്. അല്ല, എന്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ലേ ചെറിയ സിനിമയാന്ന് പറയും. അപ്പൊ ചെറിയ സിനിമ അത്രേ ഉള്ളൂ പൈസ എന്ന് പറയാൻ വേണ്ടിയാണ് എന്നോട് പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ്. അതല്ലേ, ഇപ്പോഴും അങ്ങനെ ഉണ്ടോ? പറയുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ ആളാരെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടേ ഓക്കെ പറയത്തുള്ളൂ. അങ്ങനെ കളഞ്ഞിട്ടുണ്ട് സിനിമകള് പൈസയുമായിട്ട് ചേരാതെ വരുമ്പോ. കാരണം ഇവര് പറയും ചേച്ചി ഇത് ചെയ്തോ, സെറ്റാണ്, നമ്മൾ ചേച്ചി പറഞ്ഞ എമൗണ്ട് ആയിരിക്കും നമ്മൾ എഴുതി വെക്കുന്നത്, ചേച്ചി ഈ ഇത്ര എമൗണ്ട്. എന്നിട്ട് അടുത്ത സിനിമയ്ക്ക് നമ്മളെ വേറെ ആരെങ്കിലും വിളിക്കുന്നത് നമ്മുടെ ഈ എമൗണ്ട് പറയുമ്പോൾ ശരി വിളിക്കാന്ന് പറയും. ലാസ്റ്റ് ഏതായിരുന്നു പടം ചെയ്തത്?
ഇപ്പൊ ജാനമ്മനാണെങ്കിൽ നേരെ ആ കൺട്രോളറെ വിളിക്കും. അവരെ വിളിച്ച് എത്ര രൂപയ്ക്കാണ്, അവർക്ക് ഇത്ര കൊടുത്താൽ അത് കിട്ടും എന്ന് അവര് പറയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ കൊണ്ട് ആ പടം ചെയ്യിച്ചത്. പക്ഷെ ഇവര് വിളിക്കുമ്പോൾ അതുപോലെ നമ്മൾക്ക് തന്നത് അതുപോലെ പറയും. അപ്പൊ ഇവര് പിന്നെ അതിൽ തന്നെ ചവിട്ടി നിൽക്കും, ഇങ്ങോട്ട് കയറത്തില്ല. അതുകൊണ്ട് ആ പരിപാടി നിർത്തി. എല്ലാം നോക്കിയുള്ള കൈകാര്യം ചെയ്തോളൂ ഇപ്പൊ. അത്രേ ഉള്ളൂ. അത് അപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം പഠിച്ചു വെച്ചോട്ടോ പുതിയ ഒരാൾ. എല്ലാവരുടെയും ഒരു പാഠമാണ്. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. വയസ്സ് എത്രയായെന്നുള്ള ചോദിക്കുന്ന പോലെ സിനിമയ്ക്ക് എത്ര പേര് കയറിയെന്ന് ചോദിക്കണ്ട, സിനിമ ഹൗസ്ഫുള്ളായെന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അല്ലേ? ഒത്തിരി കഷ്ടപ്പാടുകളോടെ വന്ന സിനിമയാണ് അല്ലേ? അല്ല, ബുക്ക് മൈ ഷോ നോക്കാതെ ആൾക്കാർ വന്നിരുന്നെങ്കിൽ അവിടെ വരുമ്പോ ഹൗസ്ഫുൾ എന്ന് കാണുമ്പോ എന്തായാലും ഇവിടെ വന്നാലും നമുക്ക് വയസ്സത്രയായി കണ്ടേക്കാന്നുള്ള അല്ല, അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ പറയാം അവിടെ വയസ്സത്രേ കൊള്ളാം. ഉറപ്പായിട്ടും നമുക്ക് പുതിയൊരാൾ വരുന്ന പടം എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങനെ കാണും. അല്ല, അങ്ങനെയാണ് സിനിമകൾ കാണുന്നത് അങ്ങനെ. പക്ഷെ അപ്പൊ ആട് ജീവിതം ഹൗസ്ഫുൾ ആയി ഓടട്ടെ, ടിക്കറ്റ് കിട്ടാതെ വരട്ടെ, വയസ്സത്രയിലോട്ട് കയറട്ടെ, വയസ്സത്രയെ ഹിറ്റ് ആവട്ടെ. അപ്പൊ ഒത്തിരി സന്തോഷം, കുറെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റി. ഇനിയും നമുക്ക് വിശദമായിട്ടൊന്നും ഇരിക്കണ്ടോ? പിന്നെ തീർച്ചയായും ഞാൻ മറീനയും കൂടെ ഒന്നിരുന്ന് നമുക്ക് ഇതിന്റെ ഒരു ക്ലിയർ ചെയ്യാം എന്താണ് ഇതിന്റെ യഥാർത്ഥ സംഭവം എന്നുള്ളത് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.